എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് കോട്ടയം ജില്ലയിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള മറ്റൊരു ലൊക്കേഷനിലേക്കാണ്. കോട്ടയത്ത് അധികം ആർക്കും അറിയപ്പെടാതെ ഇപ്പോഴും ഒളിഞ്ഞു കിടക്കുന്ന ഒരുപാട് അടിപൊളി സ്ഥലങ്ങളുണ്ട്. അത്തരത്തിലുള്ള ഒരു സ്ഥലമാണ് കോലാനി ഹിൽസ്. ഇവിടെ എത്തുമ്പോൾ പച്ചപ്പ് നിറഞ്ഞ മലകളും തണുത്ത കാറ്റും ശാന്തമായ അന്തരീക്ഷമൊക്കെ മനസ്സിന് വല്ലാത്തൊരു അനുഭവമാണ് നൽകുക. ഞങ്ങളുടെ ഓരോ വീഡിയോയിലൂടെയും നാട്ടിൽ ഇതുപോലെ മറഞ്ഞു കിടക്കുന്ന കുറേ സ്ഥലങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു തരുവാനാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് അവസാനം വരെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ന്യൂ എപ്പിസോഡ് ഓഫ് അവർ ട്രാവൽ സ്റ്റോറീസ്. എത്ര തവണ കണ്ടാലും തീരാത്ത അത്രയും വെള്ളച്ചാട്ടങ്ങളും മലകളും ഹിഡൻ സ്പോട്ടുകളും ഒക്കെ ആയിട്ട് വളരെയധികം റിച്ചാണ് നമ്മുടെ കോട്ടയം ജില്ല എന്ന് പറയുന്നത്. അപ്പോൾ കോട്ടയം ഇടുക്കി ബോർഡറിൽ ഒരുപാട് ഹിഡൻ സ്പോട്ടുകൾ നമ്മുടെ വീഡിയോയിലൂടെ നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയുള്ളൊരു സ്ഥലമാണ് നമ്മുടെ തൊടുപുഴയ്ക്കടുത്തുള്ള കോലാനിമുടി. അപ്പോൾ നമ്മുടെ ഈ ലൊക്കേഷൻ വരുന്നത് മേലുകാവിൽ വന്നിട്ട് നമ്മൾ ഗൂഗിൾ മാപ്പിൽ കോലാനി ഹിൽസ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഈ ലൊക്കേഷനിൽ എത്താൻ പറ്റും. നമ്മുടെ ഇലവീഴ പോഞ്ചിയുടെ ഒക്കെ അടുത്തായിട്ടാണ് ഈ ഒരു സ്ഥലം വരുന്നത്. അപ്പോൾ പോകുന്ന വഴിയിൽ നമുക്ക് കോലാനി മുടിയിൽ നിന്ന് ഇതുപോലെ ബോർഡ് കാണാൻ പറ്റും. അവിടുന്ന് തിരിഞ്ഞിട്ട് ഈ ചെറിയ കാണുന്ന വഴിയിലൂടെയാണ് നമ്മൾ മുകളിലേക്ക് ഇനി പോകുന്നത്. ഇങ്ങോട്ടേക്ക് നിങ്ങൾ വരാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ബൈക്കിന് വരുന്നതാണ് ഏറ്റവും നല്ലത്. കാറിനൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒന്ന് സൈഡ് കൊടുക്കാൻ പോലുള്ള വീതി റോഡിനില്ല. അപ്പോൾ ബൈക്കിന് വരുവാണെങ്കിൽ പോലും നമ്മുടെ റോഡിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് കുറച്ച് കുത്തനെയുള്ള കയറ്റങ്ങളും വളവുകളും ഒക്കെ ആയിട്ട് കുറച്ച് ടഫായിട്ടുള്ള റോഡാണ്. അങ്ങനെ അധികം ഫേമസ് ഒന്നും അല്ലാത്തൊരു പ്ലേസ് ആയതുകൊണ്ട് തന്നെ വരുന്ന വഴിയിൽ അങ്ങനെ അധികം ആൾക്കാരെ തിരക്കൊന്നും കാണാനില്ല. പോകുന്ന വഴിയിൽ വഴി ചോദിക്കാൻ പോലും ആൾക്കാർ കാണാൻ ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ നമ്മളേലും ഗൂഗിൾ മാപ്പൊക്കെ ഇട്ട് മാപ്പിനെ വിശ്വസിച്ചിട്ട് മുന്നോട്ട് പോവാണ്. അങ്ങനെ കുറച്ച് ദൂരം കഴിയുമ്പോഴത്തേക്ക് ഇതുപോലെ ചെറിയ നീർച്ചാലുകളും ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ റോഡ് സൈഡിൽ കാണും. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ മുന്നോട്ട് പോയി കുറച്ചങ്ങ് ചെല്ലുമ്പോഴത്തേക്ക് വഴിയിൽ നിന്ന് പിന്നെ ഓഫ് റോഡ് പോലെ വഴി നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഇവിടെ ഗേറ്റ് കൊണ്ട് ക്ലോസ് ചെയ്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് വണ്ടി കയറ്റിക്കൊണ്ട് പോകാനായിട്ട് കുറച്ച് പാടാണ്. പിന്നെ സൈഡിൽ കൂടെ ആൾക്കാർ ഇപ്പോൾ വണ്ടി കയറ്റിക്കൊണ്ട് പോയ ചെറിയ പാടൊക്കെ കാണുന്നുണ്ട്. എന്തായാലും ക്ലോസ് ചെയ്തിരിക്കുന്നൊരു സ്ഥലമായതുകൊണ്ട് നമ്മൾ അങ്ങനത്തെ സാഹസത്തിനൊന്നും മുതിരാതെ മുകളിലേക്ക് നടന്നു പോവുകയാണ് ചെയ്തത്. നമ്മൾ അങ്ങ് ദൂരെ കാണുന്ന ആ മലയുടെ മുകളിലേക്കാണ് നമ്മൾ ഇനി ട്രക്ക് ചെയ്ത് നടന്നു പോകേണ്ടത്. അപ്പോൾ പോകുന്ന വഴിയിലൊക്കെ ഇതുപോലെ പോതപ്പുല്ലൊക്കെ വളർന്നു നിന്നിട്ട് ചെറിയ നടപ്പുവഴിയൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ആ വഴിയിലൂടെ നമ്മൾ നടന്ന് മുകളിലേക്ക് പോവാണ്. ഇത് കണ്ടോ, ഇങ്ങോട്ട് നടക്കുമ്പോൾ ആ ദൂരെ കാണുന്നത് നമ്മുടെ പുള്ളിക്കാനം മലനിരകളും ഇല്ലിക്കൽ കല്ലിൻ്റെ ഭാഗങ്ങളൊക്കെയാണ്. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് തെളിഞ്ഞ ക്ലൈമറ്റ് ആയതുകൊണ്ട് മുകളിലേക്ക് കയറി പോകുന്ന വഴി തിരിച്ചിറങ്ങി വരുമ്പോഴും കാണാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. എന്നാലും മഞ്ഞൊക്കെ കയറി കോട മൂടിയൊരു അവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ വഴി തെറ്റാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പം നിങ്ങൾ പോകുന്ന വഴികൾ കൃത്യമായിട്ട് ഓർത്ത് വെച്ചിട്ട് വേണം മുന്നോട്ട് പോകുവാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ താഴേക്ക് ഇറങ്ങി വരുന്നത് മറ്റൊരു സ്ഥലത്തൂടെ ആവാൻ ചാൻസ് ഉണ്ട്. നമ്മളിത് കാണുമ്പം ഒരുപാട് ദൂരം നടക്കാനൊക്കെ ഉണ്ടെന്ന് തോന്നുമെങ്കിലും ആകെ ഒരു 1/2 കിലോമീറ്ററിനുള്ളിലുള്ള ദൂരം മാത്രമേ ഉള്ളൂ. പിന്നെ ആകെപ്പാടെയുള്ളൊരു ബുദ്ധിമുട്ട് പോകുന്ന വഴിയിൽ ഈ പോതപ്പുല്ല് വകഞ്ഞു മാറ്റി പോകുക എന്നുള്ളതാണ്. ചെറുതായിട്ട് കൈയൊക്കെ മുറിയുകയും ചെയ്യുകയും ചാൻസ് ഉണ്ട്. ഇത്രയും ദൂരം നടന്നു വന്നിട്ട് ലാസ്റ്റ് വരുന്ന ഈ പോർഷനിൽ നമുക്കൊരു പാറക്കെട്ട് വലിഞ്ഞ് കയറിയിട്ട് വേണം ഇതിൻ്റെ മുകളിലേക്ക് കയറുവാനായിട്ട്. അപ്പോൾ ഇത്രയും ദൂരം നടന്നതിൻ്റെ ആ ഒരു ക്ഷീണത്തിൻ്റെ കൂടെ തന്നെ ഈ പാറക്കെട്ട് വലിഞ്ഞ് കയറുമ്പോൾ ചെറിയ രീതിയിൽ കിതപ്പും ക്ഷീണമൊക്കെ ഉണ്ടാകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ മുകളിലേക്ക് നടക്കുമ്പോൾ നല്ല രീതിയിൽ റെസ്റ്റൊക്കെ എടുത്ത് വെള്ളമൊക്കെ കുടിച്ചിട്ട് വേണം പോകുവാനായിട്ട്. താഴേന്ന് മുകളിലേക്ക് ദൂരം കുറവാണെങ്കിലും കയറുന്ന അത്രയും ദൂരം നല്ല കയറ്റം ഉള്ളതുകൊണ്ട് തന്നെ നല്ല ക്ഷീണമായിരിക്കും മുകളിലേക്ക് എത്തിക്കുമ്പോഴത്തേക്ക്. അതുകൊണ്ട് നമ്മൾ വിചാരിച്ചത്ര ഈസി ആയിരുന്നില്ല ഈ ഒരു ട്രക്കിംഗ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരുവിധം നടന്ന് നമ്മൾ മുകളിലെത്തിയിട്ട് ടോപ്പിൽ വരുമ്പം ഇതാണ് ഇവിടുത്തെ കാഴ്ച എന്ന് പറയുന്നത്. ഇവിടുന്ന് താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു വൈഡ് ഏരിയ തന്നെ കാണാൻ പറ്റും. പക്ഷേ ഇതിലെ മഴയുള്ള സമയത്തൊക്കെ ഈ പാറയുടെ മുകളിലേക്ക് നടന്നു കഴിഞ്ഞാൽ സ്ലിപ്പായിട്ട് താഴോട്ട് വീഴാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ മഴക്കാലത്തൊക്കെ വരുന്നവരൊന്ന് കരുതി വേണം വരാനായിട്ട്. അതുപോലെ തന്നെ ഇടിമിന്നലുള്ള സമയത്ത് പോലും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇടിമിന്നലേക്കാനുള്ള ചാൻസ് കൂടുതലാണ്. മറ്റ് സ്ഥലങ്ങളിലുള്ള പോലത്തെ തിരക്കും ബഹളമൊന്നും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറേ നേരം നമുക്ക് ശാന്തമായിട്ട് ഇരിക്കാൻ പറ്റും. അത്യാവശ്യം സ്നാക്സും വെള്ളമൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഇവിടെ കുറേ നേരം ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക വൈബുള്ളൊരു സ്ഥലം തന്നെയാണിത്. പിന്നെ ഇവിടെ ടെൻ്റൊക്കെ അടിച്ച് സ്റ്റേ ചെയ്യാൻ എത്രമാത്രം സേഫ് ആണെന്നുള്ള കാര്യം നമുക്കറിയില്ല. അപ്പോൾ ടെൻ്റൊക്കെ ഉള്ളവരാണെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് ടെൻ്റൊക്കെ അടിച്ച് രാത്രി സ്റ്റേ ഒക്കെ ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു വ്യൂ ആണ്. അങ്ങ് ദൂരെ കാണുന്നത് ഇല്ലിക്കക്കല്ലും അതിൻ്റെ ബാക്കിൽ പുള്ളിക്കാനവും താഴെ കട്ടിക്കായും വെള്ളച്ചാട്ടവും ഒക്കെയാണ്.
അപ്പം ഇത്രയും വൈഡായിട്ടൊരു ഏരിയ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. അതാണ് ഈ സ്ഥലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ തെളിഞ്ഞൊരു കാലാവസ്ഥയാണെന്നുണ്ടെങ്കിൽ ഇല്ലിക്കക്കല്ല്, പുള്ളിക്കാനം, കട്ടിക്കായം വാട്ടർഫോൾസ്, അതിന് ചുറ്റിനുള്ള വാഗമൺ മലനിരകൾ, ഇതൊക്കെ നമുക്ക് ഇവിടെ നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. തലേ ദിവസം മഴയൊക്കെ പെയ്തിട്ടുണ്ടെങ്കിൽ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ ക്ലൗഡ് ബെഡൊക്കെ കാണാൻ പറ്റുന്നതാണ് ഇവിടെ വന്നാൽ. ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഇല്ലിക്കക്കല്ലും നമ്മുടെ കട്ടിക്കായം വെള്ളച്ചാട്ടമൊക്കെ പോലെ തന്നെ ഇവിടെ ഇലവീഴ പൂഞ്ചിറയുടെ വ്യൂ നല്ല രീതിയിൽ കാണാൻ പറ്റും. അപ്പം ഇത്രയും വെറൈറ്റി സ്ഥലങ്ങൾ ഇവിടെ ഒറ്റ ഒരു വ്യൂ പോയിൻ്റ് നിന്നുകൊണ്ട് കാണാൻ പറ്റുന്ന അപൂർവ സ്ഥലങ്ങളിലൊന്നാണ് ഈ ഒരു കോലാനിമുടി ഹിൽസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇതുവരെയെങ്കിലും ഇവിടെ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും വന്ന് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് പോകേണ്ടതാണ്. ഞങ്ങളിപ്പോൾ ഇവിടെ രാവിലെ ഒരു 9 മണിയൊക്കെ ആയി എത്തിയപ്പോൾ തന്നെ. അന്നേരം പോലും വെയിൽ തെളിഞ്ഞു തുടങ്ങിയിട്ട് നല്ല തണുത്ത ക്ലൈമറ്റും അതുപോലെ നല്ല കാറ്റും ഒക്കെയാണ്. ചില സമയത്ത് വൈകുന്നേരങ്ങളിലൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ശക്തമായിട്ടുള്ള കാറ്റും കോടയും മഴയൊക്കെ ആയിട്ട് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത്. ഞങ്ങൾ ഇതിൻ്റെ ചുറ്റുവട്ടത്തുള്ള ഒരുവിധപ്പെട്ട എല്ലാ സ്ഥലങ്ങളും വന്ന് കണ്ടിട്ടുണ്ടെങ്കിലും ഈ കോലാനി ഹിൽസിൽ വന്നു കഴിഞ്ഞാൽ ഇത്തരം വ്യൂ ഉണ്ടെന്നുള്ള കാര്യം ഇതിനു മുമ്പ് അറിയില്ലായിരുന്നു. ഇതിനെക്കുറിച്ച് കേട്ടിട്ടൊക്കെ ഉണ്ട്. നമ്മൾ പോകുന്ന വഴിക്കൊക്കെ കോലാനി ഹിൽ എന്നൊക്കെ പറഞ്ഞ് കണ്ടിട്ടുണ്ടെങ്കിലും ഇവിടെ വന്നു കഴിയുമ്പോൾ ഇല്ലിക്കക്കല്ലും ഇലവീഴ പൂഞ്ചിറയും അതുപോലെ നമ്മുടെ കട്ടിക്കായം വാട്ടർഫോൾസും പുള്ളിക്കാനവും ഒക്കെ നമുക്ക് ഒറ്റൊരു ഫ്രെയിമിൽ കിട്ടുമെന്നുള്ള യാതൊരു പ്രതീക്ഷയുമില്ലായിരുന്നു. എന്തായാലും ആ ഒരു കാര്യത്തിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ 100% പുറത്താണ് ഈ ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ. ഇത്രയും അധികം ഫേമസ് ആയിട്ടുള്ള ടൂറിസ്റ്റ് പ്ലേസുകൾ നമുക്ക് ഒറ്റ സ്ഥലത്ത് നിന്നുകൊണ്ട് കാണാൻ പറ്റുമെന്ന് പറയുന്നത് തന്നെ ഒരു വലിയൊരു കാര്യമാണ്. അങ്ങനെ ഒരു 2-3 മണിക്കൂർ അവിടെ ചിലവഴിച്ച് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് പിന്നെ പയ്യെ താഴേക്ക് ഇറങ്ങുകയാണ്. രാവിലെ ഫുഡൊന്നും കഴിക്കാതെ ഇതിൻ്റെ മുകളിലേക്ക് വലിഞ്ഞു കയറിയതുകൊണ്ട് തന്നെ നല്ലപോലെ വിശന്ന് തുടങ്ങി. അപ്പോൾ ഇനിയിപ്പോൾ അധികം നേരം ഇവിടെ നിൽക്കാതെ പയ്യെ താഴോട്ടിറങ്ങുന്നതാണ്. ഇറങ്ങാനായിട്ട് കയറുന്ന പോലെ അത്ര ഈസിയല്ല. പോകുന്ന വഴിയിൽ സ്ലിപ്പായിട്ടൊക്കെ വീഴാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പം നമ്മൾ ഓരോ സ്റ്റെപ്പും സൂക്ഷിച്ച് താഴേക്ക് പയ്യെ ഇറങ്ങി ഒരു 1/4 മണിക്കൂർ കൊണ്ടാണ് താഴെ ഇറങ്ങി വന്നത്. പുതിയൊരു സ്ഥലമൊക്കെ കാണണം എന്നുള്ള ആഗ്രഹമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഇനി എന്തായാലും നിങ്ങൾ ഇങ്ങോട്ടേക്കൊക്കെ ഒന്ന് വന്ന് ഈ ഒരു സ്ഥലമൊക്കെ ഒന്ന് കണ്ടിട്ട് പോവുക. തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ കൂടുതൽ ആൾക്കാരിലേക്ക് ഞങ്ങൾ ഈ ചാനലൊന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.